ഞായറാഴ്ചത്തെ ഒരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ പെയ്തു. ഞാൻ അമ്മോട് പറയായിരുന്നു, എന്താ ഇപ്പം ഇത്, മഴക്കാലല്ലേ, ജൂണായി, എന്നിട്ടും ഒരു മഴ പെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞ് നാവെടുത്തപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വെയിലായി കേട്ടോ. മഴ രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചേച്ചിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. 8:30, 8:45, 9 മണി ആ ടൈമിലൊക്കെ എണീക്കുന്നത്. അനിയൻ പിന്നെ നേരത്തെ എണീക്കും കേട്ടോ. നേരത്തെ ഉറങ്ങുകയും ചെയ്യും, നേരത്തെ എണീക്കുകയും ചെയ്യും. അപ്പോൾ ഏട്ടൻ്റെ ഷർട്ട് സ്ഥിരം ഇടുന്നത് ഞാനാണ്. ഇടയ്ക്കൊക്കെ അമ്മ ഇട്ട് കൊടുക്കുക. പിന്നെ രാവിലെ ഇന്ന് നമ്മളുടെ യൂണിഫോം ഇടുമ്പോൾ എൻ്റെ ഷർട്ട് ഇടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഷർട്ട് സ്ഥിരം ഇടുമ്പോൾ ഈ സിനിമ കണ്ണിൽ പെട്ടു കേട്ടോ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീനാണ് കേട്ടോ ഇത്. ഇഡ്ഡലി ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വന്ന് നിൽക്കുമല്ലോ. അപ്പം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വന്തം ഭർത്താവാണ് എന്ന് അറിയുമ്പോൾ ആ എക്സ്പ്രഷൻ, അത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അവർക്കത് ഒരു ഫീലിങ്സ് ആണല്ലോ. അത് ആ സിനിമ കുറച്ച് നേരം കണ്ടു നിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്ന് അവൾ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. വേദുട്ടൻ്റെ ഒരു ട്രിപ്പ് ചായ കുടി കഴിഞ്ഞതാണേ, ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ സാമ്പാറിനുള്ള കഷ്ണം നുറുക്കുകയാണ്. ഞാൻ കറുവത്തൂരിൽ നിന്ന് വരുമ്പോൾ കുമ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങയും മുരിങ്ങക്കായും ഉള്ളിയും തക്കാളിയും ഉരുളൻകിഴങ്ങും എല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സാമ്പാർ കേട്ടോ. ചില ടൈമിൽ നല്ല ടേസ്റ്റാവും കേട്ടോ സാമ്പാർ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ, തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഹൗസ് വാമിങ് നടന്നിട്ടുണ്ടായിരുന്നു. ഹൗസ് വാമിങ് എന്ന് പറയാൻ പറ്റില്ല, പാല് കാച്ചൽ. അവർ തൽക്കാലം ഒരു പാല് കാച്ചൽ മാത്രം നടത്തി. അപ്പോൾ അവർ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാരോലപ്പവും അതുപോലെ തന്നെ കേക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ വേദുക്കുട്ടനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിർത്തി. അപ്പോൾ ഞാൻ ബേബിയോട് പറഞ്ഞു, അവൾ പഠിക്കായിരുന്നു, അവൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, പോയി കുളിക്ക് വേഗം, എന്നിട്ട് ബാക്കിയുള്ള പഠിച്ചാൽ മതി എന്ന് പറയായിരുന്നു കേട്ടോ. സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റഡി ടേബിൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറേ വർഷമായി. നല്ലൊരു സ്റ്റഡി ടേബിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുവെച്ചാൽ ഞാൻ കൊടുക്കാട്ടെ. ചില ലിങ്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊറിയർ വന്നേ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ മിക്ക സാധനങ്ങളും വാങ്ങാറ്. പിന്നെ ഇടയ്ക്ക് മീഷോന്നു, അല്ലാണ്ട് വേറെ ഒരു ആപ്പിൽ നിന്ന് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഇടയ്ക്ക് പർപ്പിൾ നിന്നൊക്കെ വാങ്ങും ബ്യൂട്ടി പ്രൊഡക്ട്സ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇവൻ്റെ ഈ സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അത് അവനുള്ള എന്തെങ്കിലും ആയിരിക്കുന്നു. അവനൊരു വാച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നു. ഇതിങ്ങനെ ഓരോ കട്ടകളില്ലേ, 120 ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ അടുക്കി അടക്കി വെച്ചിട്ട് അങ്ങനെ തട്ടി വിടുമ്പോൾ നല്ല രസമാണല്ലോ കാണാൻ. അങ്ങനത്തെ ഇതാണ് കേട്ടോ. ഇവനെന്തെങ്കിലും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് നേരത്തെ സന്തോഷം തന്നെയുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ അവൻ ആ മൂടൊക്കെ പോവും. പിന്നെ ഞാൻ കളിച്ചോട്ടെ, എന്തെങ്കിലും നേരം പോകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ. പിന്നെ ഇപ്പോൾ രാവിലെ തൊട്ടിട്ട് 3 മണി വരെ ബാലവാടിയിൽ പോയിരിക്കണോണ്ട് അത്രയും സമാധാനമുണ്ട്. പിന്നെ ശനി ഞായറും ബാലവാടി ഇല്ല, സെക്കൻഡ് സാറ്റർഡേ മാത്രമല്ല ഇല്ലാത്തുള്ളൂ. പിന്നെ ഉള്ള ശനിയാഴ്ചകളിലൊക്കെ ബാലവാടി ഉണ്ട്. അപ്പം ഞാനിന്ന് അവനെ ബാലവാടി വിട്ട് വന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ അത് എടുത്ത് വെച്ച് കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തതാണ്. ഇനി അറിയില്ല, അപ്പോൾ കൈ കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചേച്ചിയും അനിയനും കൂടിയിട്ട് നല്ല കുട്ടികളായിട്ടാണ് കളിച്ചത്. ഇനിയിപ്പോൾ അറിയില്ല. അപ്പോൾ ഇവളിങ്ങനെ അങ്ങനെ അങ്ങോട്ട് വലിച്ചു പൊട്ടിക്കാനിട്ട് ചെയ്തു. എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് എൻ്റെ ഒന്ന് കിട്ടുകയും ചെയ്തു. നേരാവണ്ണ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ വലിച്ചാൽ പൊട്ടിച്ചു. ഇത്രയും കട്ടകളാണ് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നേ. അതൊക്കെ ഇങ്ങനെ മാറ്റിയിടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബലം പ്രയോഗിച്ചിട്ടാണ് മാറ്റിയിട്ടത്. 120 എണ്ണത്തെ ഉണ്ട് കേട്ടോ ഇതിൽ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കും, എന്നിട്ടൊരു തട്ട് അത് നല്ല രസം. അത് എല്ലാം 120 എണ്ണവും ഇങ്ങനെ വെക്കണം, എന്നാലാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ആ 120 എണ്ണം ഒന്നും വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അവൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ഓരോ കളേഴ്സ് അവൻ എടുത്തു കൊടുക്കും, അവളിങ്ങനെ കഷ്ടപ്പെട്ട് വെക്കും. ഇടയ്ക്കുന്ന് അവനൊരു തോണ്ടും, അതങ്ങോട്ട് വീഴും. അപ്പോൾ അവൾ കരയും, അവളില്ല കളിക്കാൻ പറഞ്ഞിട്ട് പോവും. അങ്ങനെ കേട്ടോ. പിന്നെ അവൾ വെക്കുമ്പോൾ ഇടയ്ക്ക് വീഴും. അങ്ങനെ കേട്ട് ഓരോന്നിതായി വാങ്ങി കൊടുത്തത് അബദ്ധമായി എന്ന് വിചാരിക്കട്ടെ ഞാൻ ഇടയ്ക്ക്. പിന്നെ ഒരു 3:30 ആയപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിലെ ബുക്കൊക്കെയാണിത്. 3 മാസത്തിന് ശേഷമൊക്കെയാണ് ഇവളിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോണത്. മാർച്ചിൽ എക്സാം ആയിരുന്നു. പിന്നെ ഏപ്രിൽ മെയ് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല. ജൂണിലല്ലേ പിന്നെ ഇപ്പോൾ സ്കൂൾ തുറന്നു. അപ്പോൾ അവൾക്ക് സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും ഓർമ്മയില്ല. അതൊക്കെ പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോണത് കേട്ടോ. അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ആതിരയുടെ വീട്ടിലാണ് കേട്ടോ, താഴത്തുള്ള ആതിരയുടെ വീട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ താഴത്ത് കണ്ടോ, ഇപ്പോൾ ഓരോ പ്ലോട്ടിലും ഓരോ വീടുകൾ വന്നു, ഓരോ വീട്ടിലെ ആൾക്കാരൊക്കെ ആയി. പുതിയ ആളുകൾ കൊല്ലത്തുനിന്നും എവിടുന്നൊക്കെയോ ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ, പുതിയ വീടൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിന് കുട്ടികളൊക്കെ ഓരോരുത്തരായി എത്തുന്നു. അന്ന് തന്നെ ഒരു പുതിയ കുട്ടി ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദക്ഷിണൊക്കെ കൊടുത്ത് ടീച്ചറുടെ അനുഗ്രഹം അങ്ങനെ
ഇതാ ടീച്ചറും കുട്ടിയും ഒരേപോലത്തെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഒരു പുതിയ കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ ആൾക്ക് ഫസ്റ്റ് ഡേ ആണെന്നുള്ള ഒരു ഇതുമില്ല കേട്ടോ. ആൾ ഫുൾ കൂളാണ്. വേദുട്ടനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. വേദുട്ടനായിട്ട് ഒളിച്ചു കളിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നേ. അപ്പോൾ ഈ വാളിൽ തൂക്കിയ സാധനം നല്ല ഭംഗിയാട്ടോ. അതിൻ്റെ ലിങ്ക് ഇട്ടെങ്കിൽ ഞാൻ കൊടുക്കേ. അടിപൊളിയാണ്, നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത് അവരുടെ ബുക്കും ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേപ്പറാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ 3 പേരാണ് ടീം. ഇവർക്ക് 3 പേർക്കും ഓർമ്മയില്ല, കാരണം ഇവരും കുറേ ആയല്ലോ ഡാൻസ് കളിക്കാൻ വന്നിട്ട്. അപ്പോൾ 3 പേർക്കും ഒന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമസ്കരിച്ച് ഒക്കെ തൊട്ട് തൊഴുത് അതൊക്കെയാണ് തുടങ്ങുക. അതിൻ്റെ ഇടയിൽ വേദോടെ വീഴണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് പ്രശ്നം വെച്ചാൽ ദേഹം അനങ്ങാത്തോണ്ടുള്ള മെയിൻ പ്രശ്നമാണ് കേട്ടോ. ഡാൻസ് കളിച്ച് ശരീരം ഒന്ന് വഴങ്ങണമല്ലോ. ഇവരിത് കളിക്കാത്തതുകൊണ്ട് ഇവരുടെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേദും യാച്ചുട്ടനും എന്ന് പറഞ്ഞാൽ ആതിരയുടെ കുട്ടിയാണ് കേട്ടോ. അവർ 2 പേരും കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ഇരിക്കാനോ ഒന്നിനും വയ്യ. അപ്പോൾ ആതിര പറഞ്ഞു, ഇവരുടെ ഡാൻസ് ടീച്ചർ പറഞ്ഞു കുറച്ച് എക്സസൈസ് ചെയ്യുക അപ്പോൾ ശരിയായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ദേഹം അനങ്ങണില്ലല്ലോ. ഇവരിങ്ങനെ ഇപ്പോൾ ക്ലാസ് പോവുക വരിക, പിന്നെ വെക്കേഷനിലൊക്കെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ പിന്നെ ആകെ കൂടി ശരീരത്തിനൊരു വലിച്ചിലാണ് അവർക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരിക്കും. ഇനി ആഴ്ചയിലാണ് ക്ലാസ് വരിക. ശനി ഞായർ അങ്ങനെ ദിവസങ്ങളിലായിരിക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബേബിക്ക് പനിയായിട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഇരുന്നിട്ടുള്ളതൊന്നും ഇവർക്ക് കളിക്കാൻ പറ്റണില്ല കേട്ടോ. 3 പേർക്കും അവർ വീഴാൻ പോകുക. അവർക്ക് ഇത് കിട്ടണില്ല, ഗ്രിപ്പ് കിട്ടണില്ല. അപ്പോൾ അവൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. എഴുന്നേറ്റിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ടയേർഡായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേദുട്ടൻ യാച്ചുട്ടൻ്റെ കസേരയിലൊക്കെ ഇരുന്ന് ആടുക. പിന്നെ ഇവർ തമ്മിൽ ഒളിച്ചു കളിക്കുന്നു. എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് കേട്ടോ. അവൾ നല്ല സെറ്റായി. വേദു അതെ അങ്ങനെ ആരായിട്ടും കൂട്ടുകൂടാറൊന്നുമില്ല. പക്ഷെ അവളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പൂപ്പൻ വന്നിട്ട് വേണുവിനോട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അപ്പൂപ്പനാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, മറ്റേ ബേബി ഡോൾ സോങ്ങോ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. ഇവളിവിടെ ഗോപിക, അവളും അവിടെ പഠിക്കുന്നത് തന്നെയാണ് ഡാൻസിന്. അപ്പോൾ അവളുടെ ശിക്ഷണത്തിനാണ് അവൾ റീലിട്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെ. അപ്പോൾ പിന്നെ അവളോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചോളാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റീല് ഷൂട്ട് ചെയ്യാണ് ഇട്ടത്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ ഇവർ 5 പേരും കൂടിയിട്ടാണ് കളിക്കുന്നത്. കുറേ പഠിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെയും ശരിയാവണ്ടേ. അങ്ങോട്ട് പോവുക അങ്ങനെയൊക്കെ ആയിട്ട് കുറേ എന്തായാലും എല്ലാവരും നന്നപോലെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അവളൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. പിന്നെ അവൾ വന്നിട്ട് സൈക്കിൾ ഓടിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് മേല് കഴുകി പിന്നെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ പഠിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു ഡേ.